മലപ്പുറം ജില്ലയിൽ 5278 പേർക്ക് കൂടി പട്ടയങ്ങൾ വിതരണം ചെയ്യും. ജില്ലാതല പട്ടയമേള ഫെബ്രുവരി 22 വൈകിട്ട് 4 മലപ്പുറം നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരിപാടിയിൽ ജില്ലയിലെ MLA-മാർ പങ്കെടുക്കും. നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് മലപ്പുറത്ത് ടൗൺ ഹാളിൽ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഈ പരിപാടിയിൽ സംസ്ഥാനത്തെ ഇനാഗുറേഷൻ മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത്. ആ മുഖ്യമന്ത്രി ചെയ്യുന്ന ഇനാഗുറേഷനും സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ വെബ്കാസ്റ്റ് ചെയ്ത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും അതിനുശേഷം നമ്മുടെ ജില്ലയുടെ ചാർജുള്ള മന്ത്രി അബ്ദുൾ റഹ്മാൻ സാറാണ് ഈ പട്ടയങ്ങളുടെ വിതരണം ചെയ്യുന്നത്. പട്ടയങ്ങളുടെ വിതരണം അപ്പോൾ ആ സംസ്ഥാന തലത്തിലുള്ള ഇനോഗ്രേഷൻ മുഖ്യമന്ത്രിയൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ 4 മണിക്കാണ് ഈ പരിപാടി വെച്ചിരിക്കുന്നത്. 4 മണിക്ക് തന്നെ പട്ടയ വിതരണം, ഈ ഇനോഗ്രേഷൻ സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും ഇനോഗ്രേഷൻ കഴിഞ്ഞ ശേഷം ഈ പട്ടയങ്ങൾ വിതരണം ചെയ്യും. തിരൂർ ലാൻഡ് ട്രൈബ്യൂണലിലെ 1342, തിരൂരങ്ങാടി ലാൻഡ് ട്രൈബ്യൂണലിലെ 919, മഞ്ചേരി ലാൻഡ് ട്രൈബ്യൂണലിലെ 1088, ദേവസ്വം 1899, ഏറനാട് താലൂക്കിലെ 2 ലാൻഡ് അസൈൻമെന്റ് പട്ടയം, തിരൂരങ്ങാടി താലൂക്കിലെ 28 OLHS പട്ടയം എന്നിവ ഉൾപ്പെടെ ആകെ 5278 പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്യുന്നത്. 20ഓളം പട്ടയങ്ങൾ വേദിയിൽ വെച്ചും ബാക്കിയുള്ളവ ട്രൈബ്യൂണലുകൾ തിരിച്ച് കൗണ്ടറുകൾ ഒരുക്കിയും വിതരണം ചെയ്യും. ഓരോ കൗണ്ടറിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പട്ടയമേളയിൽ എത്താൻ സാധിക്കാത്തവർക്ക് താലൂക്ക് ഓഫീസുകളിൽ നിന്നും വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പരിപാടിക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. മലപ്പുറം കളക്ടറുടെ ചേംബറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ, ഡെപ്യൂട്ടി കളക്ടർ ജോസഫ് സ്റ്റീഫൻ റോബി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം.